Hello friends, welcome to Toppers World. നമ്മൾ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. നമ്മുടെ മലയാളം മീഡിയം കൂട്ടുകാരുടെ ഗണിതത്തിന്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന്റെയും ഇന്റഗ്രേഷന്റെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അതേപോലെ നമ്മൾ ഗണിതത്തിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആക്ടിവിറ്റി ബുക്സിന്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഹെൽപ്പ് ആയിരിക്കും. അതുപോലെ യൂണിറ്റ് ടെസ്റ്റ്, ഓരോ യൂണിറ്റ് നമ്മൾ ക്ലാസ് ഇടുമ്പോഴും അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് കൂടെ ഒന്ന് കാണുക. നിങ്ങൾക്ക് അത് എക്സാമിന് ഒരുപാട് സഹായമാകുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യപേപ്പർ നോക്കാം. എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുഴുവനായും ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നമ്മുടെ മോഡൽ ചോദ്യപേപ്പറിന്റെ ഫസ്റ്റ് പേജ് ഇതാണ്. 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ പേര് വരയ്ക്കാം എഴുതാം. രണ്ടാമത്തെ പ്രവർത്തനം സംഖ്യ ഉണ്ടാക്കാം. മൂന്നാമത്തെ പ്രവർത്തനം ഞാൻ ആര്. നാലാമത്തെ പ്രവർത്തനം കണ്ടെത്താം എഴുതാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രവർത്തനങ്ങളുടെ പേര്. കണ്ടെത്താം എഴുതാം. അഞ്ചാമത്തെ പ്രവർത്തനം വരച്ചു ചേർക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ പേര്, അതുപോലെ വിദ്യാലയത്തിന്റെ പേര്, സ്കൂളിലെ പേര്, ഡിവിഷൻ, അതുപോലെ ഇതൊക്കെ ടീച്ചർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവരുടെ ടീച്ചർ ഒപ്പ് അതുപോലെ ഇവിടെ ഗ്രേഡ്സ് ഒക്കെ നിങ്ങൾ എക്സാമിന് ടീച്ചർ ഇടുന്നതാണ്. ഇപ്പൊ പ്രവർത്തനം 1 എന്താ? പ്രവർത്തനം 1 വരയ്ക്കാം എഴുതാം. ഭാഗം എന്താ? വീടിന്റെ ചിത്രം പൂർത്തിയാക്കാം, നിറം കൊടുക്കാം. അപ്പൊ നിറം കൊടുക്കുന്ന ഒരു ചോദ്യം തീർച്ചയായിട്ടും എക്സാമിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ സ്കെച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ പറയും, കൊണ്ടുവരാൻ പറയും കളർ കൊടുക്കാനുള്ളതൊക്കെ. അപ്പൊ നിറം കൊടുക്കുന്നതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോ മലയാളം ഇന്റഗ്രേഷൻ ആണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും നമ്മൾ സ്കെച്ച് യൂസ് ആകും. അപ്പൊ ഇവിടെ വീട് പൂർത്തിയാക്കി ഇതേപോലെ ഇതിന്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കിയിട്ട് നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എണ്ണി എഴുതാം. എന്താ എണ്ണി എഴുതേണ്ടത്? ഇവിടെ അടുത്തൊരു ചിത്രം കൊടുത്തു. നമ്മൾ ഷേപ്പുമായി ബന്ധപ്പെട്ട്, രൂപങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രൂപങ്ങൾ എണ്ണി എഴുതുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളല്ലേ. അറിയുന്ന ഇതുപോലെ എണ്ണി എഴുതാൻ. ഇവിടെ എത്ര വട്ടമുണ്ട്, എത്ര ചതുരമുണ്ട്, എത്ര ത്രികോണം ഉണ്ടെന്ന് എണ്ണിയിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതുക. അടുത്തത് പ്രവർത്തനം 2 സംഖ്യ ഉണ്ടാക്കാം. വിട്ടുപോയ കളം പൂർത്തിയാക്കൂ. എങ്ങനെ ചെയ്തിരിക്കുന്നു പറയാം. ഇവിടെ നോക്കൂ, ഉത്തരം നോക്കൂ. 34. 34 3 എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനവും 4 എന്ന് പറയുന്നത് ഒന്നുകളുടെ സ്ഥാനമാണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര പത്താള്? 3 10. അതാണ് ഇവിടെ 3 10 കൊടുത്തിരുന്നത്. 10 10 10 3 10. ഇവിടെ 1ന്റെ സ്ഥാനത്ത് എത്രയാണ് സംഖ്യ? 4. അപ്പൊ ഇവിടെ 4 1 വരച്ചിട്ടുണ്ട്. അപ്പൊ 3 10 4 1 ആണെങ്കിൽ എത്രയാണ് ഉത്തരം? 34. അതേപോലെ 1 10 അതുപോലെ 4 1. അപ്പൊ 1 10 ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? 1 എഴുതിയിട്ട് എത്ര 1? 4 1. അപ്പൊ 1 4. അപ്പൊ എന്താ? 14. അടുത്തത് ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട് 23 തന്നിട്ടുണ്ട്. അതായത് എത്ര 10? 2 10. എത്ര ഒന്നുകളാ? 3 1 അല്ലെ. അപ്പൊ ഇവിടെ 3 1 വരയ്ക്കുക. അടുത്ത ഇവിടെ സംഖ്യ 44. 44 എത്ര 10? 4 10. 4 1 44. അടുത്തത് 36 പറയുമ്പോൾ എത്ര 10 വരയ്ക്കണം? 3 10 വരയ്ക്കണം അല്ലെ. 3 10 വരയ്ക്കുക. അപ്പൊ എത്രയാണ്? 6. ഇവിടെ 6 1 ഉണ്ട്. അപ്പൊ ഉത്തരം എന്താ? 36. അപ്പൊ ഇതുപോലെ നമ്മൾ സംഖ്യകളെ 10ഉം 1ഉമായിട്ട് തരംതിരിച്ച് എഴുതാനൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ അറിയാത്ത കൂട്ടുകാർ നിങ്ങൾ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ സംഖ്യകൾ കൂട്ടുക എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തത് 3ാമത്തെ ചോദ്യം, ഈ സംഖ്യകളെ ചെറുത് നിന്ന് വലുതിലേക്ക് എഴുതുക. അതായത് ഈ ഉത്തരങ്ങൾ കേട്ടോ. ഈ സംഖ്യകളെ ചെറുത് നിന്ന് വലുതോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ചെറിയത് ഏത് സംഖ്യയാണ്? 14. അടുത്തത് 23. അടുത്തത് 34. അടുത്ത 36 44. അടുത്തത് പ്രവർത്തനം 3 ഞാൻ ആര്. ഞാൻ ആരെന്ന് ചെടിച്ചട്ടിയിൽ എഴുതൂ. എന്നെ കുറിച്ച് പൂക്കളിൽ എഴുതുകയും വേണം. അപ്പൊ ഇത് വായിച്ചിട്ട് ഇതിൽ ഏത് സംഖ്യയെ കുറിച്ചാണ് പറയുന്നത് ആ സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 36 4 കുറവ്. 36 4 കുറവ് ഏത് സംഖ്യയാണ്? 36 4 കുറച്ച് നോക്കുക. അതല്ലെങ്കിൽ 31നും 33നും ഇടയിൽ, 31 കഴിഞ്ഞിട്ട് വരുന്നതും 33ന് മുമ്പ് വരുന്ന സംഖ്യ, 31നും 33നും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ്? 30 2 കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതൽ വരുമ്പോൾ 30ന്റെ കൂടെ 2 കൂട്ടുക. അപ്പൊ കിട്ടുന്ന ഉത്തരം. അതും അല്ലെങ്കിൽ 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 2. 3 10ഉം 2ഉം അല്ലെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം. എന്താ ഉത്തരം വരിക? 32. ഇതേപോലെ 32 വരുന്ന 32 നമുക്ക് വേറെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 40 8 കുറവ്. 31 1 കൂടുതൽ. 35 കുറയ്ക്കണം 4. 4 അല്ല, ഇവിടെ 35 കുറയ്ക്കണം 3 കേട്ടോ. അറിയാണ്ട് എഴുതിയതാണ്. കാരണം 35 കുറയ്ക്കണം 4 ആകുമ്പോൾ ഉത്തരം തെറ്റും അല്ലേ. 35ന് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കണം. ഇവിടെ 4 അല്ല 3 കേട്ടോ. 3. അടുത്തത് 30 കൂട്ടണം 2. അപ്പൊ ഇതുപോലെ ഒരു സംഖ്യയെ എങ്ങനെയൊക്കെ പല രീതിയിൽ എഴുതാന്നുള്ളതും പഠിച്ചിട്ട് പോവുക. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അടുത്ത 4ാമത്തെ പ്രവർത്തനം, അടുത്തടുത്ത സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കാം.
വിട്ടുപോയ സംഖ്യകളാണ് എഴുതി ചേർക്കുന്നത്. ഇവിടെ 99, 100, 101 എഴുതി. അടുത്തടുത്ത സംഖ്യ തുടർന്ന് വരുന്ന സംഖ്യകളാണ്. ഇപ്പൊ 121 എഴുതാം. 121 തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ഏതായിരിക്കും? 121 ശേഷം വരുന്ന സംഖ്യ ഏതായിരിക്കും? 121 തൊട്ട് മുമ്പ് ഏതായിരിക്കും? 120. 121 ശേഷം വരുന്ന സംഖ്യ ഏതായിരിക്കും? 122. അതേപോലെ 150, 51. 150 തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ഏതായിരിക്കും? ഏതാണ് 150 തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ഏതാ? 150 തൊട്ട് മുമ്പ് വരുന്ന സംഖ്യ ഏതാണ്? 149 അല്ലെ? 149. 149. അടുത്തത് പൂർത്തിയാക്കാം. 110, 120, 130. അടുത്തത് ഏതായിരിക്കും? 10 കൂടുകയാണ് അല്ലെ? 140, 150. അടുത്ത 160, 150, 140. അപ്പൊ കുറഞ്ഞ് 10 കുറച്ച് വരികയാണ്. 130, 120. അപ്പൊ ഇതുപോലെ പാറ്റേൺ എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ലാസ്റ്റ് പ്രവർത്തനം 5 വരച്ചു ചേർക്കുന്നതാണ്. യോജിച്ചവ വരച്ചു ചേർക്കാം. അതായത് ഒരേ രൂപമുള്ളതിലേക്കാണ് വരച്ചു ചേർക്കേണ്ടത്. അപ്പൊ വട്ടത്തിൽ ഒരേപോലെ വട്ടമുള്ളത് എന്ത് ചെയ്യുക? ഇതുപോലെ വരച്ചു. അടുത്തത് ചതുരം. അടുത്ത എന്താണ്? നമ്മളൊരു സിലിണ്ടർ രൂപമാണ് അല്ലേ ഇത്? അടുത്തത് ആര്? ചിത്രം നോക്കിയിട്ട് ചിത്രം വെച്ച് വരയ്ക്കുന്ന പാറ്റേൺ ആണിത്. അപ്പൊ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ശരിയായവ ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് ശരിയായ ചിത്രത്തിലേക്ക് ടിക്ക് ചെയ്യുക. അടുത്തത് കൂട്ടത്തിൽ പെടാത്തതിന് ചുറ്റും വട്ടം വരയ്ക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണതില്? കൂട്ടത്തിൽ പെടാത്തത് ചുറ്റും എന്ത് ചെയ്യുക? വട്ടം വരയ്ക്കാനാണ് പറയുന്നത്. വളരെ ചെറിയൊരു ചോദ്യപേപ്പർ ആയിരുന്നു. വളരെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഗണിതം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ മോഡൽ ചോദ്യ പേപ്പേഴ്സും നമ്മുടെ ടോപ്പേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇംഗ്ലീഷും അതുപോലെ ഇന്റഗ്രേഷൻ, ഉദ്ഗ്രഥനം, അത്തരം ചോദ്യങ്ങളെല്ലാം ആ ചോദ്യ പേപ്പേഴ്സിലെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ആവും അതെല്ലാം. അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ യൂണിറ്റിന്റെ ക്ലാസ്സുകളും അതേപോലെ എല്ലാ യൂണിറ്റ് ഇടുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകളും പ്രവർത്തന പുസ്തക ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സുകളും അതോടൊപ്പം യൂണിറ്റ് ടെസ്റ്റിന് ക്ലാസ് എക്സാമിനും അതുപോലെ ഇത്തരം ഓൺ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിനും ലിങ്കും നമ്മൾ എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റാണ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കാണും. അപ്പൊ എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് പോവുക. അതിൽ നിങ്ങൾക്ക് എക്സാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാൻ ഒരുപാട് സഹായമാവും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലെ എല്ലാ കൂട്ടുകാർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ, ഫുൾ A+ കിട്ടട്ടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ക്ലാസ് ഇഷ്ടമായി കരുതുന്നു. അപ്പൊ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്ന ടോപ്പേഴ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.